ഷൈൻ ടോം ചാക്കോയാണ് ഇപ്പോഴത്തെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘത്തെ കണ്ടുകൊണ്ട് ഇറങ്ങി ഓടി, എന്നിട്ട് ഫേസ്ബുക്കിൽ തന്നെ പരിഹാസപൂർണമായ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചു. ഇന്നിപ്പോ പറഞ്ഞതിലും അരമണിക്കൂർ മുന്നേ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പേടിച്ചിട്ടാണ്, ഗുണ്ടകൾ വന്ന തന്നെ ആക്രമിക്കാൻ വന്നു എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഒരു ചോദ്യം ചെയ്യലിലും അല്ലെങ്കിൽ കുറച്ച് ഗിമിക്കുകൾ കാണിച്ചങ്ങ് അവസാനിക്കും എന്നുള്ളതല്ലാതെ ഈ മലയാള സിനിമയ്ക്കുള്ളിലെ ലഹരി ഉപയോഗത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാൻ വഴിയുണ്ടോ? ഒരു മാറ്റവും സംഭവിക്കത്തില്ല. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ മലയാള സിനിമയിൽ മാത്രമല്ലല്ലോ ലഹരി വിഷയമുള്ളത്. അത് സിനിമയും നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ നിലയ്ക്ക് സിനിമയിൽ ഇത് വലിപ്പം കുറച്ച് കൂടുതലുണ്ടായിരിക്കാം. കാരണം അതൊരു എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ആയിട്ട് നീങ്ങുന്നതാണ്. ഒരു 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 തരത്തിലുള്ള ഇൻസുലേഷൻ ഉണ്ട് അതിന്. ഇതുവരെ വാസ്തവത്തിൽ ഈ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ എക്സൈസോ ഒന്നും ഇതുവരെ നേരിട്ട് സിനിമാ സിറ്റികളിൽ പോയി ഈ പരിശോധന നടത്തിയായിട്ടൊന്നും നമുക്കറിവില്ല. അപ്പോൾ ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് അതൊരു പ്രത്യേക മേഖലയായിട്ട് അതൊരു പ്രത്യേക ലോകമായിട്ട് നീങ്ങുന്നൊരു സംഗതിയാണ്. ആ ലോകത്തിനകത്ത് ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇതും ഈ ലഹരി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ലഹരി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്നിനാണ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഈ മദ്യം അവിടെ നല്ല പിള്ളയായി മാറുക ചെയ്യുന്നു. നമ്മുടെ കള്ളിൻ്റെ അവസ്ഥയിലേക്ക് മാറുക ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ മദ്യം നേരത്തെ വളരെ അധികം മദ്യം ഒഴുകിയിരുന്ന, ഇപ്പോഴും ഒഴുകുന്ന ഒരു രംഗമാണ് സിനിമ രംഗം എന്ന് പറയുന്നത്. ഒരുപാട് സർഗധനരായ വ്യക്തികൾ നമ്മുടെ മുമ്പിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ മദ്യത്തിൻ്റെ ഇതിനകത്തോട്ട് മറ്റേ ജീവിതം പാഴായിപ്പോയ ആൾക്കാർ സിനിമയിലൂടെ തന്നെ. അതേപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പുതുതലമുറ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു വലിയൊരു പ്രതിഭാസമാണ് ഈ മയക്കുമരുന്നിൻ്റെ സംഗതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഈ ഗവൺമെൻറ് വന്നിട്ട് 10ാം വർഷം ആഘോഷിക്കാൻ പോവുകയാണ്. ഇപ്പോഴാണ് ഈ ഒരു ലഹരിക്കെതിരെയുള്ള വേട്ടയൊക്കെ തുടങ്ങുന്ന സാധനം അല്ലേ? കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ടുണ്ടാവും. ഈ 9 വർഷം ഈ ഗവൺമെൻറ് എന്ത് ചെയ്യായിരുന്നു? വലിയ ചോദ്യമുണ്ട്. ഇതിനകം തന്നെ ഒരുപാട് ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥയായിട്ട് കേരളത്തിൽ ഇത് മാറിക്കഴിഞ്ഞു. ആ സമാന്തര സാമ്പത്തിക വ്യവസ്ഥയുടെ അത് പൊട്ടിക്കാൻ പറ്റാത്ത വിധം ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമെല്ലാം ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ ആനുകൂല്യങ്ങൾ സാമ്പത്തികമായിട്ട് പറ്റുന്ന ഒരു സംവിധാനവുമാണ് ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഷൈൻ ചാക്കോ എന്ന് പറയുന്ന ഇയാളുടെ നേരത്തെ ഒരു 10 വർഷത്തിന് മുമ്പ് ഇതിനകത്ത് ഇതുപോലെ പെട്ടതാണ്. അന്ന് കൊക്കൈനായിരുന്നു. ഇന്നിപ്പോൾ എന്ത് രാസലഹരിയാണെന്ന് അറിയുന്നില്ല. അപ്പോൾ ഇതിനകത്തൊരു സാങ്കേതികത്വങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ അന്ന് ഇയാൾ ഇറങ്ങി ഓടിയ സമയത്ത് ഇദ്ദേഹത്തിനെ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് പോലീസിൻ്റെ ഒരു വീഴ്ച തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും ശക്തമായ പോലീസ് സംവിധാനമൊക്കെ കേരളത്തിലുണ്ട്. വേണമെങ്കിൽ പിടിക്കാമായിരുന്നു. ഒരു പക്ഷേങ്കിൽ എന്താ പറയുക, ഒരു അനുകമ്പാപൂർവമായ ഒരു സമീപനം പോലീസ് എടുത്തതായിരിക്കാം. പക്ഷെ എന്തായാലും ഈ ഷൈൻ ചാക്കോയുടെ ഈ ഒരു സംഭവം ഇപ്പം നമ്മൾ മാധ്യമങ്ങൾ, വിശേഷിച്ചും സാമൂഹ്യ മാധ്യമങ്ങളാണെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിലും ഇട്ടുകൊണ്ട് ആഘോഷിക്കുകയാണ്. അതിപ്പോൾ ഗവൺമെൻറ്റിനൊരാവശ്യമാണ്. ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ലഹരി വേട്ട ഒരു ചെറിയ കവചമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, അദ്ദേഹം ഇപ്പം CBI അന്വേഷണം നേരിടുന്നു, മകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഗവൺമെൻറ്റിന് അത്ര സുഖകരമല്ലാത്ത വാർത്തകൾ വരാൻ സാധ്യതയുള്ളൊരു പശ്ചാത്തലം നിൽപ്പുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ ലഹരി കൊടുത്തു കഴിഞ്ഞാൽ ജനവും കാഴ്ചക്കാരും ഈ പറഞ്ഞ പോലെ ലഹരിയിൽ ആറാടി പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ഷൈൻ ചാക്കോയുടെ വിഷയം ഇതിപ്പം ഈ പറഞ്ഞതുപോലെ വളരെ സാങ്കേതികമായിട്ട് നോക്കുകയാണെങ്കിൽ അയാൾ പേടിച്ചിറങ്ങി ഓടി. നമുക്കെങ്ങനെ അതിനെ പേടിച്ച്, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടൊക്കെ ഉണ്ട്, വളരെ മസിലുള്ള ആൾക്കാരെയൊക്കെ പുറത്ത് കണ്ട സമയത്ത് ഗുണ്ടകളാണെന്ന് വിചാരിച്ചിറങ്ങി ബാക്കിലൂടെ ഓടി ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടി. ഇപ്പോൾ ആരുടെയും സ്വയം ജീവരക്ഷയ്ക്കുള്ള അവകാശം എല്ലാ മനുഷ്യനും ഉണ്ട്. അപ്പോൾ അതോടെ ഒരു സാങ്കേതികത്വം അവശേഷിക്കുന്നുണ്ട്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അനുമാനത്തിൽ മാത്രമേ ഷൈൻ ചാക്കോയുടെ പേരിൽ കേസെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കേസെടുത്താൽ പോലും അത് ദുർബലമായിട്ട് മാത്രമേ അവശേഷിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് എങ്ങനെയാണ് പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.
സാർ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഉം. ഒരു കുഞ്ചാക്കോവിന്റെ ഒരു സിനിമ, ആ സിനിമയിൽ ലഹരി ഉപയോഗം നടത്തുന്ന ആളുകളെ പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന ഓരോരുത്തരെയായി അവരുടെ മക്കളുടെ ജീവിതം നശിപ്പിക്കപ്പെടുന്നു, അവരെ കൊല ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു രീതിയാണ് ആ സിനിമയിൽ കാണുന്നത്. ഇപ്പോൾ വിൻഷി അലോഷ്യസ് എന്ന് പറയുന്ന ഒരു നായിക നടിയാണ് ഇപ്പോൾ ഇതിനൊക്കെ തുടക്കം കുറിച്ചത്. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഈ ലഹരി ചർച്ച ചെയ്യപ്പെടും. പിന്നീട് അവർക്ക് തന്നെ പശ്ചാത്താപം ഉണ്ടാകുന്നു, താൻ ഇത് പറഞ്ഞു പോയല്ലോ, ഇത് പറയണ്ട, എഴുതി കൊടുത്തപ്പോഴും താൻ പറഞ്ഞു ഇത് പറയണ്ട, പേര് പറയരുത് എന്ന് പറഞ്ഞതാണ്, എന്നിട്ടും പറയുന്നു. അപ്പോൾ ഇത്തരം ഉപയോഗങ്ങൾ അറിയാമെങ്കിലും പുറത്തു പറയാനുള്ള ഭയം, ജീവൻ നഷ്ടപ്പെടുമോ, നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കുമോ എന്നൊക്കെയുള്ള പലരുടെയും ഭയമാണ്. ഇതൊക്കെ ഇങ്ങനെ അവരെന്തോ ആയിക്കൊണ്ട് പോട്ടെ, നമ്മളതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം, നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് ഈ സിനിമാ മേഖല വളരെ ശക്തമായ ഒരു സംഘടിത രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സംഘടിത രൂപത്തിനെ നയിക്കുന്ന വളരെ ശക്തമായ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിന് പുറത്തേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുക എന്നുള്ളത് സംരക്ഷിക്കാനായിട്ട് നല്ല ശേഷിയുള്ള വ്യക്തികളാണ് ഇതിനെ നയിക്കുന്ന സംഘം. ഇനിയിപ്പോൾ ഒരു സിനിമാ നടി ഇതേപോലൊരു അനുഭവം അല്ലെങ്കിൽ ഇതിനേക്കാൾ തിക്തമായൊരു അനുഭവം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. അവർക്ക് ഈ ഫീൽഡിൽ നിൽക്കണമെന്നും ആഗ്രഹമുണ്ട്, അവർക്ക് ഇത്തരത്തിലുള്ള തിക്ത അനുഭവത്തിന് വഴങ്ങിക്കൊടുക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക. അവർ അകപ്പെടുന്ന ഒരു സംഘർഷാവസ്ഥയുണ്ട്, ഒരു ഗതികേടിൻ്റെ അംശമുണ്ട്. കാര്യം അവർ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കെതിരെയാണോ പരാതി കൊടുക്കുന്നത് എന്നുള്ള സംഗതി പുറത്തു വരും. ഇതിപ്പോൾ ഈ വിൻസി അലോഷ്യസ് ഈ പരാതി ഇപ്പോൾ കൊടുത്തു. പരാതി കൊടുത്തിട്ട് അവർ വളരെ രഹസ്യമായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഇത് പുറത്തറിയരുതെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ അവരുടെ സിനിമ സംവിധാനത്തിനുള്ളിൽ തന്നെ ഉള്ള ഒരു സമിതിക്ക് ഇത് ഫിലിം ചേംബറിന് കൊടുക്കുന്നു. പക്ഷെ ഇത് പുറത്തു വരുന്നു. അപ്പോൾ അവരിലൂടെ അല്ല ഇത് പുറത്തു വരുന്നത്. അപ്പോൾ അവർക്കൊരു വല്ലാത്ത പശ്ചാത്താപം ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. മാത്രമല്ല, ഇനി ഈ വിൻസി അലോഷ്യസിനെ എത്ര സംവിധായകരോ നിർമ്മാതാക്കളോ വിളിക്കും, ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അവർക്കിനി തുടർന്നും അഭിനയിക്കാനുള്ള സാധ്യത കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം. പക്ഷെ അതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൃത്യമായ മെസ്സേജ് ഈ ഷൈൻ ചാക്കോ സംഭവത്തിലൂടെ ഈ സിനിമാ മേഖലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ സമൂഹത്തിൽ ഈ പറഞ്ഞതൊക്കെ കണ്ടു കുറച്ച് നാളത് ആസ്വദിക്കുകയും ഈ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സിനിമാ മേഖലയിൽ വളരെ വ്യക്തമായ ഒരു സന്ദേശം പോയിരിക്കുകയാണ്. ആരെങ്കിലും ഇനി ഇതേപോലെ അഡ്വഞ്ചർ കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാഹസികത കാണിക്കാനായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് പിന്നെ സിനിമയിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചന ഈ വിൻസി അലോഷ്യസിനും കൊടുത്തു. അതിലൂടെ നിലവിലുള്ളവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരു പൂർണ്ണമായൊരു മോചനമില്ല എങ്കിൽ പോലും ഈ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിലെ പിടിക്കപ്പെടുന്നത് എപ്പോഴും പിന്നെ ഈ ചെറിയ കാരിയർമാരായിരിക്കും പിടിക്കപ്പെടുന്നത്. എപ്പോഴും അമ്പന്മാരാരും ഇതുവരെ കുടുങ്ങി നമ്മളാരും കണ്ടിട്ടില്ല. എവിടെ നിന്നാണ് ഇത് വരുന്നത്, ആരാണ് ഇത് എത്തിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കല്ലേ ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടത്. ശരിക്കും ഈ പറഞ്ഞതുപോലെ ഇതിന്റെ സോഴ്സിലേക്ക് ഇതുവരെ ഒരു പോകുന്നില്ല. അതെ, ഇതിന്റെ രശ്മികളിൽ കിടന്നിട്ടാണ് ഈ കളിക്കുന്ന സാധനം. ഉദാഹരണത്തിന് തെക്കൻ ജില്ലകളിലെ ഈ ലഹരി വ്യാപനം, അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹരിപ്പാട് കായംകുളം കേന്ദ്രമാക്കിയിട്ടാണ്. ഇതെല്ലാവർക്കും അറിയാം. ഇവിടുത്തെ എല്ലാ മുന്നണിയിലെയും രാഷ്ട്രീയ നേതൃത്വത്തിനും അറിയാം ഈ ഹരിപ്പാട് കായംകുളമൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ആരാണ് ഇത് വിതരണം ചെയ്യുന്നത്. അവർക്കെതിരെ യാതൊരു നടപടിയും വരില്ല. ഈ ചെറിയ ചെറിയ കാരിയേഴ്സിന് അവസാനത്തെ കണ്ണികളിലൂടെ ഉപയോഗിക്കുന്നവരും അതല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് തൊട്ടു മുമ്പുള്ള വ്യക്തി, അവർക്കും അറിയില്ല എവിടെ നിന്ന് അത് വരുന്നുള്ള കാര്യം. അവർക്കും ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു വരുമാനം കിട്ടും എന്നുള്ളതല്ലാതെ ഈ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് അത് അറിയാൻ അവരിലൂടെ അറിയാൻ പറ്റത്തില്ല. എന്നാൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് അറിയാം ആരൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ ഇത് ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നതെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ പോലീസ് സേനയ്ക്കും അറിയാം, എക്സൈസിനറിയാം, അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനെല്ലാം അറിയാം. ഇതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഈ ഫാക്റ്റ് അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 9 വർഷം ഇപ്പോൾ ഇത്രയും ശക്തമായ ഈ ഒരു നിരീക്ഷണവും പോലീസിൻ്റെ പിടുത്തം ഉണ്ടായിട്ട് പോലും ഒരു ദിവസം നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്ര കിലോ പിടിക്കുന്നു. ഈ പിടിക്കപ്പെടുന്നത് തന്നെ ഇവിടെ വരുന്നതിൻ്റെ ഒരു ചെറിയ അംശമുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വളരെ ചെറിയ അംശം, 1% 2% ഒന്നും പോലും ഉണ്ടാവില്ല. അതിനേക്കാൾ കുറവായിരിക്കും ഈ പിടിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 9 വർഷത്തിലധികം
കേരളത്തിലൂടെ ഒഴുകിയ ഈ മയക്കുമരുന്നിൻ്റെ രാസലഹരിയുടെയും കഞ്ചാവിൻ്റെയും ഒക്കെ അളവ് എത്ര വലുതായിരിക്കും. അതെ. ആ ഒഴുക്കിലാണ് ഈ വമ്പൻ സ്രാവുകൾ പലതും ഇവിടെ കേരളത്തിലുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? അവർക്കാണ് ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഈ പിന്തുണയോടുകൂടി ഇത്തരം കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് നടത്തുന്നുണ്ട്. കാരണം ഇത് പലർക്കും നമുക്ക് നേരിട്ട് അറിയാവുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് നേരിട്ട് ഇപ്പോൾ ആരുടെയും പേര് പറയാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ ഇപ്പോൾ സമൂഹത്തിലെ വളരെയധികം സ്വാധീനമുള്ള ശക്തികളാണ്. ഈ പറഞ്ഞ പോലെ പലർക്കും അന്തസ് വരെ ഈ നിലനിർത്തി പോകുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരുടെ പേരുകൾ പറഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും ഇപ്പം മാനനഷ്ട കേസ് കൊടുത്താൽ നമ്മൾ കൊടുക്കും, ഇല്ലേ? അപ്പോൾ ഈ ഒരു വിപത്തിനെ നേരിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ട് രീതിയിലേ നേരിടാൻ പറ്റുള്ളൂ. ഒന്ന്, പോലീസ് സംവിധാനത്തിലൂടെ ഇതിൻ്റെ വ്യാപനത്തെ കുറച്ചും മറ്റും ഒക്കെ നേരിടാം. മറ്റൊന്ന്, ഇതൊരു സാമൂഹിക വിഷയമാണ്. അതിനെ ആ രീതിയിൽ ഇപ്പോൾ എന്തുകൊണ്ടൊരു 10 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 11 വയസ്സുള്ള കുട്ടി ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥി എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, പെൺകുട്ടികൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? അപ്പോൾ ഇതൊരു സാമൂഹിക വിഷയമാണ്. ആ സാമൂഹിക വിഷയത്തിലേക്ക് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ കാരണം കണ്ടെത്തി അവിടെയും പരിഹാരക്രിയകൾ ചെയ്യുമ്പോൾ മാത്രമേ ഇതിനെ ഒരു ഗുണപരമായ മാറ്റം ഉണ്ടാവുള്ളൂ.